ഉപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ. നമ്മൾ പൊതുവെ ഉമ്മാനെ കുറിച്ച് പറയുമ്പം നമ്മളെല്ലാവരും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഉപ്പ. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മളെ 9 മാസമാണ് വയറ്റിൽ ചെന്നതെങ്കിലും നമ്മുടെ വാപ്പ നമ്മളെ മരണം വരെ നമ്മുടെ വാപ്പ നമ്മളെ പോറ്റുവാണ്. ഒരു കണക്ക് നോക്കുമ്പോൾ ഉമ്മ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് ഉമ്മയായിട്ടായിരിക്കും അടുപ്പം. പക്ഷെ ആ സമയത്ത് നമ്മുടെ വാപ്പ നമുക്ക് വേണ്ടി നമ്മൾ പട്ടിണി ഇരിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയിലാണ് വാപ്പ നമ്മളെ വിട്ടു പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന വാപ്പ നമ്മൾ എടുക്കുന്നില്ല, സ്നേഹമില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള സമയത്താണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഭക്ഷണ സമയം ചിന്തിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഭക്ഷണ സമയത്ത് ഉച്ച ഭക്ഷണം ചിലപ്പോൾ 1 മണി 1:30 ആകും, 2 മണിയാവും, 3 മണിയൊക്കെ ഞാൻ പോയേക്കാം. പക്ഷെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഉപ്പയുടെ കൂടെ ഒന്ന് പോയി നോക്കാം. കറക്റ്റ് ഭക്ഷണത്തിന്റെ സമയം ഉപ്പ കഴിപ്പിച്ചിരിക്കും. ഭക്ഷണം ഇപ്പോൾ ഒറ്റയ്ക്ക് ഒന്നും ചിലപ്പോൾ ഭക്ഷണം കഴിക്കില്ല. ഇപ്പോൾ വീട്ടിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. വീട്ടിൽ കയറുമ്പോൾ ആദ്യം പെട്ടെന്ന് ഭക്ഷണം എടുക്കാനായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ വാപ്പയുടെ കൂടെ പോകുകയാണെങ്കിലുണ്ടല്ലോ, അപ്പോൾ ഒരു സമയം പോലും നമ്മളെ പട്ടിണി ഇരുത്തൂല. സമയം ഒന്നും താമസിപ്പിക്കുക പോലും ഇല്ല. അങ്ങനെയാ. കാരണം ഉപ്പാക്കറിയാം എന്റെ മകന്റെ വയറ് വിശന്നിരിക്കാൻ പാടില്ല, ഒരു സമയം പോലും വിശക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഉപ്പാക്കറിയാം. അതിനുവേണ്ടിയാണ് ഉപ്പ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയാതെ